അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും വലിയൊരു തലവേദനയും ഏറ്റവും വലിയ വിഷമവുമാണ് പറഞ്ഞാൽ കേൾക്കാത്ത അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ, ചീത്ത സ്വഭാവമായി നടക്കുന്നവർ, എന്തു പറഞ്ഞാലും ദേഷ്യം കാണിക്കുന്ന മക്കള്, വികൃതി കൂടുതലുള്ള കുട്ടികൾ, ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മറ്റു മുതിർന്നവരുടെയും വാക്കിന് യാതൊരു വിലയും കൊടുക്കാത്ത കുട്ടികൾ. ഇതുപോലുള്ള മക്കൾ വീട്ടിലുണ്ടെങ്കിൽ കുടുംബക്കാരിൽ നിന്നും, അയൽവാസികളിൽ നിന്നും, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ നിന്നും മാതാപിതാക്കൾക്ക് എപ്പോഴും പരാതി കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇതുപോലെയുള്ള തലതിരിഞ്ഞ മക്കളെ ഉമ്മമാർ ആഗ്രഹിക്കുന്ന രീതിയിൽ നേർവഴിയിലാക്കാനും നല്ല സ്വഭാവമുള്ളവരാക്കാനും പരിശുദ്ധ ഖുർആനിലെ 3 സൂറത്തുകൾ സഹായിക്കും. അതും ഈ അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ പോലും അറിയാതെ സാധിപ്പിച്ചെടുക്കാൻ കഴിയും. മാത്രവുമല്ല, ഉമ്മമാർക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ഓതുന്ന സൂറത്തുകൾ. അതായത് ഫാത്തിഹ ഒരു വട്ടം, അത് കഴിഞ്ഞ് യാസീൻ ഒരു വട്ടം, പിന്നെ ഒരു ചെറിയ സൂറത്ത്, സൂറത്തുൽ ഖദർ 3 വട്ടം ചൊല്ലി നമ്മുടെ ആവശ്യം പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് മക്കളുടെ തലയിൽ ഊതുക. ഇനി അവർ ഉറങ്ങുന്ന സമയമാണെങ്കിലും തലയിൽ മന്ത്രിച്ച് ഊതാം. ഇതുപോലെ ഈ 3 സൂറത്തുകൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് 21 ദിവസം തുടർച്ചയായി ഓതി കുട്ടികളുടെ തലയിൽ മന്ത്രിച്ച് ഊതിയാൽ തീർച്ചയായും ഉമ്മമാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയൊരു മാറ്റം അവരിൽ കാണാൻ കഴിയും. പിന്നീട് 21 ദിവസം തുടർച്ചയായിട്ട് ഉമ്മമാർ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. വീട്ടിലുള്ള മറ്റു ആളുകൾക്കും ഇതുപോലെ ചെയ്യട്ടോ. പക്ഷേ ഉമ്മമാര് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മക്കൾ നന്നായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഉമ്മമാർ തന്നെയാണ്. അതുകൊണ്ട് അവർക്കത് ആത്മാർത്ഥമായി ഓതാനും ചെയ്യാനും കഴിയും. മാത്രവുമല്ല, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യൂട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.